ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേൾഡ് ടോപ്പ് 5 ടോളസ്റ്റ് മാൻ എന്ന ഒരു കണ്ടൻറ്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോയുടെ കിടക്കുന്നതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അതുപോലെ നമുക്ക് നേരിട്ട് പോകാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആളുടെ ഫോട്ടോയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിലെ മാത്രമല്ല, വേൾഡിലെ തന്നെയും ഒന്നാമത്തെ നീളം കൂടിയ മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് വാൾഡോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ ഇദ്ദേഹം ജനിച്ചത് 22 ഫെബ്രുവരി 1918 ഇദ്ദേഹം ജനിച്ചത്. അൾട്ടോൺ, ഇല്ലിനോയ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് ഇദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹം മരണപ്പെട്ടിട്ടുമുണ്ട്. ഇദ്ദേഹം മരണപ്പെട്ടത് 15 ജൂലൈ 1940 മൻസ്റ്റി, മിച്ചിഗൻ എന്ന സ്ഥലത്താണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ മൻസ്റ്റി, മിച്ചിഗൻ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം 15 ജൂലൈ 1940 ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിന് വെറും 22 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന് 22 വയസ്സിൽ തന്നെ ഇത്രയും പൊക്കമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.72 മീറ്ററാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ഹൈറ്റ് വെച്ച് നോക്കിയാൽ നമ്മുടെ എത്ര ഇരട്ടിയുണ്ടെന്ന് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 2.72 മീറ്ററാണ് അദ്ദേഹത്തിൻ്റെ നീളം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷൂ സൈസ് എത്രയാണെന്ന് വെച്ചാൽ അമേരിക്കയിലെ 37 സൈസാണ് ഇദ്ദേഹത്തിൻ്റെ ഷൂ സൈസ്. അതുപോലെ പേരൻസ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഹറോൾഡ് വാഡ്ലോ, അതുപോലെ അഡി ജോസൺ എന്നിവരുടെ മകനാണ് ഇദ്ദേഹം. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വേറൊരു ഫോട്ടോ ഒന്ന് നോക്കാം. അപ്പം നമ്മൾ കളക്ട് ചെയ്ത അടുത്ത ഫോട്ടോയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ റൈറ്റ് സൈഡായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയും അതുപോലെ ലെഫ്റ്റ് സൈഡിലായി ഭാര്യയുമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വേറെ ഫോട്ടോ കൂടി നോക്കാം. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തതിൽ മൂന്നാമത്തെ ഫോട്ടോ ആണിത്. ഇത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള ഫോട്ടോ ആണ് എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനും തമ്മിലുള്ള ഹൈറ്റിൻ്റെ വ്യത്യാസം തന്നെ. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ വേൾഡിലെ 1ാം സ്ഥാനം കൊടുത്തില്ലെങ്കിലേ പറയാനുള്ളൂ. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ആളെ ഒന്ന് പരിചയപ്പെടാം. അപ്പം നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ആളാണ് നമ്മളിപ്പോൾ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിലെയും അതുപോലെ വേൾഡിലെയും രണ്ടാമത്തെ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ 1ാം സ്ഥാനം വിട്ടുപോയത് വെറും ഒരു 9 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ്. നമ്മൾ ആദ്യം കാണിച്ച ആൾക്ക് 9 സെൻറ്റിമീറ്റർ മാത്രമേ ഇദ്ദേഹത്തിന് കുറവുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകും, ഒരു 9 സെൻറ്റിമീറ്റർ കൂടെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേൾഡിലെ 1ാമതാവാമായിരുന്നു എന്ന്. അത് വെറും 9 സെൻറ്റിമീറ്ററിലാണ് ഇദ്ദേഹം 2ാം സ്ഥാനത്ത് ആയിപ്പോയത്. ഇദ്ദേഹത്തിൻ്റെ 1ാം സ്ഥാനം നഷ്ടപ്പെട്ടതും. ഇദ്ദേഹത്തിൻ്റെ പേര് ജോൺ റോഗൻ എന്നാണ്. ഇദ്ദേഹം ജനിച്ചത് ഫെബ്രുവരി 1868 ഫെബ്രുവരി 16 ഹെൻഡർസോൺവില്ലെ, ടെന്നീസി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ്. ഇദ്ദേഹം മരിച്ചത് 12 സെപ്റ്റംബർ 1905 ഇദ്ദേഹം മരിച്ചത് 12 സെപ്റ്റംബർ 1905 ഗലാറ്റിൻ, ടെന്നീസി എന്ന സ്ഥലത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് 2.64 മീറ്ററാണ്. ഇദ്ദേഹം നാഷണാലിറ്റി അമേരിക്കയിലാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് ഇടതും വലുതുമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമാണെന്ന് തോന്നുന്നു. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വേറൊരു ഫോട്ടോ നോക്കാം. അപ്പോൾ അടുത്ത ഫോട്ടോയാണ് ഇത്. നമ്മുടെ വേൾഡിൽ 1ാം സ്ഥാനമുള്ള ആളുടെയും നമ്മുടെ വേൾഡിൽ 2ാം സ്ഥാനമുള്ള ആളും ഒപ്പം നിന്നിട്ടുള്ള ഒരു ഫോട്ടോയാണ്. നിങ്ങൾക്കിതിൽ തന്നെ കാണാം, ചെറിയൊരു ഡിസ്റ്റൻസിലാണ് ഇദ്ദേഹം 2ാം സ്ഥാനത്തായി പോയത്. അപ്പോൾ വരൂ നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ
ആളെ നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ആളെയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ നീളം എത്രയാണെന്ന് വെച്ചാൽ 264 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ ശരിക്കും 263.5 0.5%, 0.5 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ് ഇദ്ദേഹം തേർഡായത്. ഇദ്ദേഹത്തിൻ്റെ പേര് ജോൺ എഫ് കറോൾ എന്നാണ്. ഇദ്ദേഹം 1932 ബുഫല്ലോ, ന്യൂയോർക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് ജനിച്ചത്. അപ്പോൾ അതുപോലെ അദ്ദേഹം മരിച്ചത് 1964 ലക്വാന, ന്യൂയോർക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അദ്ദേഹത്തിന് 8 feet 8 inches അദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് 37 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വേറൊരു ഫോട്ടോ കൂടെ ഇദ്ദേഹം യൂസ് ചെയ്ത സ്റ്റിക്കിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫോട്ടോ. ഇദ്ദേഹത്തിൻ്റെ യൂസ് ചെയ്ത ഒരു സ്റ്റിക്കാണിത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു ഡോറിൻ്റെ അത്ര നീളമുള്ള ഒരു സ്റ്റിക്ക് തന്നെയാണിത്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വേറൊരു ഫോട്ടോ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തന്നെ ഫോട്ടോയാണത്. അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഫോട്ടോ ഇദ്ദേഹത്തിൻ്റെ ഡാഡിയോടൊപ്പമുള്ള ഒരു ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ താരമാരാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ആളെയാണ് നമ്മുടെ സ്ക്രീനിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പൊക്കം എത്രയാണെന്ന് വെച്ചാൽ 257 സെൻറ്റിമീറ്റർ പൊക്കമാണുള്ളത്. ഇദ്ദേഹത്തിന് മൂന്നാം സ്ഥാനമുള്ള ആളും ഇദ്ദേഹം തമ്മിൽ വെറും 7 സെൻറ്റിമീറ്റർ നീളത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം 8 feet അതുപോലെ 5 inches ആണ് ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ പേര് ലിയോനിഡ് സ്റ്റാൻനൈക്ക് എന്നാണ്. ഇദ്ദേഹം ജനിച്ചത് 1990 ഓഗസ്റ്റ് 5 പോഡോലിയാൻസ്കി എന്ന സ്ഥലത്ത് ഉക്രൈനിലാണ്. അതുപോലെ മരിച്ചത് 2014, വെറും 6 വർഷം മുന്നെയാണ് ഇദ്ദേഹം മരിച്ചത്. 2014 ആഗസ്റ്റ് 24 പോഡോലിയാൻസ്കി എന്ന ഉക്രൈനിലാണ് ഇദ്ദേഹം മരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.57 മീറ്ററാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ 257 സെൻറ്റിമീറ്റർ. നാഷണാലിറ്റി ഉക്രൈനിയനാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ 2-3 ഫോട്ടോസ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വരൂ, നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ആളെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 5-ാമത്തെ ആളെയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെയും അതുപോലെ വേൾഡിലെയും 5-ാമത്തെ ആളാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ വൈനോ മൈല്ലറൈനെ എന്നാണ്. ഇദ്ദേഹം ജനിച്ചത് ഫൈൻലാൻഡിലാണ്. ഫൈൻലാൻഡിലെ ഹെൽസിങ്കി എന്ന സ്ഥലത്ത് 1909 ഫെബ്രുവരി 27 ഇദ്ദേഹം ജനിച്ചത്. അതുപോലെ അദ്ദേഹം ഫൈൻലാൻഡിലെ ഹെലൻസ്കി തന്നെയാണ് അദ്ദേഹം മരിച്ചതും. 1963 ഏപ്രിൽ 13 ഇദ്ദേഹം മരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 2.51 മീറ്ററാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സിനിമ ഉണ്ട്. ആ സിനിമയുടെ പേര് എ ടോൾ മാൻ എന്നാണ് ആ സിനിമയുടെ പേര്. ഇദ്ദേഹം 8 feet 3 inches ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരുന്ന ഫോട്ടോ അദ്ദേഹം ചാർലി ചാപ്ലിനും സംഭാഷണം നടന്നപ്പോഴുള്ള ഒരു ഫോട്ടോയാണ്. അപ്പോൾ നമ്മുടെ 5 പേരെയും നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനും ഒരു കുറഞ്ഞ പൊക്കത്തിൻ്റെ അളവ് കാരണമാണ് അദ്ദേഹം 5-ാം സ്ഥാനത്ത് ആയിപ്പോയത്. എനിക്ക് തോന്നുന്നു ഇതിൽ 5 പേരെക്കാളും കൂടുതൽ വർഷം ജീവിച്ചത് ഇയാളാണെന്ന് തോന്നുന്നു. ഇദ്ദേഹം 54 വർഷമാണ് ഇദ്ദേഹം ജീവിച്ചത്. 54 വർഷം ഇദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്,
നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന് നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.